ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് EAA കുറിച്ചും BCAA കുറിച്ചാണ്. 2 ദിവസം മുമ്പ് ഞാൻ പുറത്തു പോയ സമയത്ത് ഷോപ്പിൽ EAA കണ്ടു, BCAA കണ്ടു. ഒരുവിധം എല്ലാവരും നമ്മൾ പ്രോട്ടീൻ ഷോപ്പ് പോകുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷനാണ് എന്താണ് EAA, എന്താണ് BCAA എന്നാണ്. നമ്മുടെ ബോഡിയിൽ 11 അമിനോ ആസിഡ് നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 20 അമിനോ ആസിഡ് ചേർന്നാണ് 1 പ്രോട്ടീൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ 11 നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 9 നമുക്ക് പുറത്തുനിന്ന് ഫുഡിൽ നിന്ന് കിട്ടിയേ പറ്റും. ഈ 11 പേര്, ഈ അമിനോ ആസിഡിന് ഷോർട്ട് ഫോം ഉണ്ട്, അതിന് പേരാണ് AA എന്ന് പറയുന്നത്. ഈ 11 നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടല്ലോ, അത് നോൺ എസെൻഷ്യൽ ആണ്. അതിനാണ് NAA. ചില ഷോപ്പിലൊക്കെ പോയി നമുക്ക് NAA അമിനോ ആസിഡ് കിട്ടും. ബാക്കി വരുന്ന 9 അത് എസെൻഷ്യൽ ആണ്, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടിയേ പറ്റും. അതാണ് EAA, എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ എന്താണ് EAA എന്ന്. ഇനി എന്താണ് BCAA? ഈ BCAA നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അമിനോസിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയണം. നിങ്ങൾക്ക് എൻ്റെ ടോപ്പിക്കൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.